പരിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധമായ അറഫയും ബലിപെരുന്നാളും സമാഗതമാവുകയാണ്. കേരളത്തിൽ മാസപ്പിറവി ഉറപ്പിച്ചതനുസരിച്ച് വരുന്ന വ്യാഴാഴ്ചയാണ് പെരുന്നാൾ നിസ്കാരം വരുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും സൗദി അറേബ്യയും കേരളവും തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമുണ്ട്. അവിടെ ബുധനാഴ്ചയും ഇവിടെ വ്യാഴാഴ്ചയുമാണ് പെരുന്നാൾ. ഓരോ നാട്ടിലും പിറ കാണുന്നതനുസരിച്ച് അതാത് നാടുകളിൽ നോമ്പും പെരുന്നാളും കൊണ്ടാടണമെന്നാണ് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഖുറൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം അതിന്റെ വ്യക്തമായ രേഖയാണ്. عن قريب رضي الله عنه أن أم الفضل بعثته إلى معاوية بالشام قال فقدمت الشام فرأينا الهلال ليلة الجمعة ثم قدمت المدينة في آخر الشهر. മഹാനായിരിക്കുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് ഷാമിലേക്ക് ബഹുമാനപ്പെട്ട ഖുറൈബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഞാൻ ഷാമിലെത്തി. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഷാമിലേക്ക് പ്രവേശിച്ചു. അവിടെ വെള്ളിയാഴ്ച ദിവസമാണ് മാസപ്പിറവി ഞങ്ങൾ കണ്ടത്. അങ്ങനെ സുമ്മ ഖദിംതുൽ മദീന ഫി ആഖിരി ഷഹർ, അങ്ങനെ നോമ്പനുഷ്ഠിച്ച് അതേ രീതിയിൽ തന്നെ നോമ്പൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ വരികയാണ്. ഏകദേശം മാസം കഴിയാൻ നേരത്താണ് പരിശുദ്ധമായ മദീനയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഫസഅലനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, മതാ റഅയ്തുൽ ഹിലാൽ, നിങ്ങൾ മാസപ്പിറവി എന്നാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഫഖുൽതു, ഞാൻ പറഞ്ഞു, റഅയ്നാഹു ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്, അതായത് വ്യാഴാഴ്ച രാത്രി മാസം കണ്ട് പരിശുദ്ധമായിരിക്കുന്ന വെള്ളിയാഴ്ച നോമ്പ്, ഈ രീതിയിലാണ് ഞങ്ങൾ കണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഖാല ലാകിൻ റഅയ്നാഹു ലൈലത്തുസ് സബ്ത്, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഞങ്ങൾ കണ്ടത് ശനിയാഴ്ച രാവിലാണ്. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, മഹാനായിരിക്കുന്ന ഖുറൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിക്കുകയാണ്, അലാ തക്തഫി ബിറുയത്തി മുആവിയത വസിയാമിഹി, മഹാനായിരിക്കുന്ന മുആവിയ റളിയല്ലാഹു അൻഹു മാസം കണ്ടതനുസരിച്ച് മാസം കാണുകയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ മതിയാവുകയില്ലയോ, അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ഖുറൈബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഖാല ലാ, പറ്റില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നത്തെ ഖാദി അതിനേക്കാൾ വലിയ സ്ഥാനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, വലിയ മഹാനാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം പറഞ്ഞു, പറ്റുകയില്ല. ഹാക്കദാ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, മാസപ്പിറവി കണ്ടതനുസരിച്ച് ഏത് രാജ്യത്താണോ കണ്ടത് അന്ന് അവരവിടെ നോമ്പനുഷ്ഠിക്കട്ടെ. ഇവിടെ എപ്പോഴാണ് കണ്ടത് ആ സമയത്ത് ഇവിടെ അനുഷ്ഠിക്കട്ടെ. ഈ രീതിയിലാണ് നാം ചെയ്യേണ്ടത് എന്ന്, അതുകൊണ്ട് ഗൾഫിൽ മാറി ഇവിടെ വേറെ എന്ന പ്രശ്നമില്ല എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർത്ഥശങ്കക്കിടമില്ലാത്ത രീതിയിൽ ഖുറൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ വിഷയം വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ദീൻ. അതനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഈ വർഷത്തെ പരിശുദ്ധമായ അറഫ സംഗമം മക്കയിൽ നടക്കുന്നത് വരുന്ന ചൊവ്വാഴ്ചയാണ്. ഓരോ അറഫ സംഗമവും അതിമഹത്തായ സന്ദേശങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്നുണ്ട്. ഒന്നാമതായി, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഹജ്ജത്തുൽ വദാഇലായിരുന്നു. അതിന് മുമ്പോ പിമ്പോ അതിന് സമാനമായ മറ്റൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്ത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല.
അത്രമാത്രം മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നടത്തിയത്. ജനങ്ങളെ വിളിച്ചു, ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്. അവിടെ പ്രയോഗം തന്നെ ജനങ്ങളെ എന്നാണ്. മുസ്ലിമീങ്ങളെ എന്നോ മുഅ്മിനീങ്ങളോ അങ്ങനെയല്ല പ്രയോഗിച്ചത്, ജനങ്ങളെ. എല്ലാവരും അതിൽപ്പെട്ടു. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ പരസ്പരം രക്തം അത് പവിത്രമാണ്. വഅംവാലക്കും, നിങ്ങളുടെ സമ്പത്തുകൾ അത് പവിത്രമാണ്, അത് മോഷ്ടിക്കാൻ പാടില്ല. ആന കട്ടാലും അടക്ക കട്ടാലും കള്ളൻ കള്ളൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഒരുപാട് ചരിത്രങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. മഹാനായിരിക്കുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം തന്നെ അതിലേറ്റവും മർമ്മപ്രധാനമാണ്. അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന്, ജൂതനായ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് പഴുത്ത ഈത്തപ്പഴം തന്റെ വീട്ടിന്റെ മുമ്പിലേക്ക്, തന്റെ പറമ്പിലേക്കാണ് വീഴുന്നത്. തന്റെ പറമ്പിലേക്ക് വീഴുമ്പോ ആ പറമ്പിൽ നിന്നും അത് എടുത്തു മാറ്റാൻ വേണ്ടി മഹാനായിരിക്കുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പായും. ഇത് കണ്ടപ്പോൾ മറ്റു സഹാബാക്കൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബൂ ദുജാന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ് നടക്കുന്നു, ദുആ നടക്കുന്നു, മറ്റുള്ള അമാലുകൾ നടക്കുന്നു, അതിനുശേഷം സൂര്യാസ്തമനം വരെ ദിക്ർ നടത്തി സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് പോയി കളയുകയാണല്ലോ, എന്താണ് സംഭവം? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വീട്ടിൽ പിഞ്ചു കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന്, എന്റെ ജൂതനായ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈത്തപ്പനയുടെ ഒരു ഭാഗം എന്റെ വീട്ടിന്റെ മുമ്പിലേക്കാണ്, പറമ്പിലേക്കാണ് ഈത്തപ്പഴം വീഴുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മക്കളുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക്, വയറ്റിലേക്ക് എത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഉടനെ തന്നെ പോയി ആ പഴങ്ങൾ അപ്പുറത്തെ വീട്ടിലെ അയൽവാസി കൊണ്ടുകൊടുക്കുമെന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഒരു ഹറാം തന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല എന്ന അതിമഹത്തായ സന്ദേശമാണ് അതിലൂടെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു നൽകുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ പറമ്പിലേക്ക് എത്രമാത്രം മറ്റുള്ള ആളുകളുടെ പഴങ്ങൾ, തേങ്ങകൾ, അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന സാധനങ്ങളൊക്കെ വീഴുമ്പോൾ അതൊക്കെ തിരിച്ചങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, വിശപ്പ് സഹിക്കാൻ കഴിയാത്ത രാത്രികളാണ്, ദിവസങ്ങളാണ് തള്ളി നീക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന ഉറപ്പുണ്ടായത് കൊണ്ടാണ്, ഈത്തപ്പഴം എടുത്ത് കഴിക്കുമെന്ന ഉറപ്പുണ്ടായത് കൊണ്ടാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് എത്തുന്നത് എന്ന സംഭവം അവിടെ പറയുകയും, പിന്നീട് ആ ഈത്തപ്പഴ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ അതിയാക്കി അതിനുള്ള പൈസ കൊടുത്ത് അതൊക്കെ സെറ്റാക്കി ചെയ്യുകയാണ് പിന്നെ ചെയ്തത്. ചരിത്രം നീളുന്നു, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ അംവാലക്കും വഅറാദക്കും, അപ്പം സമ്പത്തുകൾ, നിങ്ങളുടെ സമ്പത്തുകൾ പരസ്പരം പവിത്രമാണ്. വഅറാദക്കും, അതുപോലെ തന്നെ അഭിമാനം പരസ്പരം പവിത്രമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. ഏതുപോലെ കഹുർമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന് എത്രമാത്രം പവിത്രതയുണ്ടോ, പരിശുദ്ധമായിരിക്കുന്ന അറഫയിൽ നിന്നുകൊണ്ട് ഹജ്ജത്തുൽ വദാഇന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണം, അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെള്ളിയാഴ്ചയാണ് അറഫ നടക്കുന്നത്. അന്നാണ് പ്രഖ്യാപിക്കുന്നത്, ഓ ജനങ്ങളെ, നിങ്ങളുടെ രക്തം അത് പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പരസ്പരം പവിത്രമാണ്, വഅറാദക്കും, നിങ്ങളുടെ അഭിമാനം അത് പരസ്പരം പവിത്രമാണ്. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം ലഭിക്കുന്ന രീതിയിൽ നാം അവരെ കുറിച്ച് മോശമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൂടാ, അവരെ കുറിച്ച് ഗീബത്ത്, പരദൂഷണം പറഞ്ഞുകൂടാ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. ഏതുപോലെ കഹുർമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പ്രത്യേകത, പവിത്രത പോലെ.
ഏതാ ഈ ദിവസം? അറഫ ദിവസം. എന്താ അറഫ ദിവസത്തിന്റെ പ്രത്യേകത? ഓരോ അറഫ സംഗമവും അതിമഹത്തായ സന്ദേശങ്ങൾ നമുക്ക് നൽകുമ്പോ ഒരു വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അറഫ ദിവസത്തിൽ നടന്നത്. മാത്രമല്ല മുത്തനബി തങ്ങൾ പറഞ്ഞു, ഫീ ബലദികും ഹാദാ, ഈ രാജ്യത്തിന്റെ പവിത്രത എത്രമാത്രമുണ്ടോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ രക്തവും അതുപോലെ നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ് എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ നാടേതാ? മക്ക. ഫീ ശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പ്രത്യേകതകൾ പോലെ ഈ മാസത്തിന് എത്രമാത്രം പവിത്രത നൽകുന്നുണ്ടോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോ പരിശുദ്ധയിൽ പരിശുദ്ധമായ ദിവസമാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത്. സുമ്മ റഫഅ റഅസഹു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഫഖാല അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു, അല്ലാഹുവേ ഞാനിതാ എത്തിച്ചു കൊടുത്തിരിക്കുന്നു, അറിയിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകം അംഗീകരിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അറഫ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അന്ന് നടന്നത്. ലോകം മനുഷ്യ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പറയുമ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മനുഷ്യന്റെ അഭിമാനത്തിനും സംരക്ഷണം നൽകണമെന്നാണ്. മനുഷ്യന്റെ അഭിമാനത്തിനും സംരക്ഷണം ലഭിക്കണമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നതും അത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഅ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസൂ അൻഫുസകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, മുഅ്മിനീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങളൊരു സമുദായം, ഒരു സമൂഹം മറ്റു സമൂഹത്തെ പരിഹസിക്കരുത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പരിഹസിക്കരുത്. അസാ യകൂനൂ ഖൈറൻ മിൻഹും, അവർ നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിങ്ങൾ മനസ്സിലാക്കണം. സമൂഹത്തിനെ കുറിച്ച് പറഞ്ഞ് ആ സമൂഹത്തിൽ ആരും പെട്ടു? സ്ത്രീകളും എല്ലാവരും പെട്ടു. പക്ഷേ പ്രത്യേകമായി അല്ലാഹു എടുത്തു പറയുന്നു, വലാ നിസാഉം മിൻ നിസാ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പരിഹസിക്കാൻ പാടില്ല. മറ്റുള്ളവരെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ താമസിക്കുമ്പോ അതെ, നമ്മുടെ ഏട്ടന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ള വീടുകളുണ്ട്. അമ്മായിമ്മ പോരതുപോലെ മറ്റ് പോരുകൾ നടക്കുന്ന വീടുകളുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുടുംബബന്ധം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പവിത്രമായ ഒരു ജീവിതമാണ് കുടുംബം ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വീടുകളിൽ നടക്കാൻ പാടില്ല. മറ്റുള്ളവരോട് മിണ്ടാതെ സംസാരിക്കാതെ നടക്കുന്ന ചില ആളുകളില്ലേ, അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബബന്ധം പവിത്രമാണ്. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ് എന്ന് പറയുമ്പോ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അതും നമ്മൾക്ക് പവിത്രമായതാണ്. അതുകൊണ്ട് തന്നെ വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കുറ്റം പറയാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകുന്ന ഖൈറുൻ മിൻഹുന്ന, ഒരു ജമീല മറ്റൊരയൽവാസിയായ ഫാത്തിമയെ കുറിച്ച് കുറ്റം പറയുന്നു. ചിലപ്പോൾ ഈ ഫാത്തിമയായിരിക്കും അവളേക്കാൾ നല്ലവൾ.
ഖൈറൻ മിൻഹുന്ന, അവളേക്കാൾ ഈ സ്ത്രീ സമൂഹം മറ്റു സ്ത്രീ സമൂഹത്തേക്കാൾ ഉത്തമരായേക്കാമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ കുത്തുവാക്കുകൾ പറയരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത് വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ ഇരട്ടപ്പേരിട്ട് വിളിച്ച് മാനം കെടുത്തരുത്. ചില ആളുകളില്ലേ, മറ്റുള്ള ആളുകൾ ഇരട്ടപ്പേര് ആളുകൾക്കിടയിൽ വിളിച്ച് മാനം കെടുത്തുന്നവർ, അത് ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈമാൻ ലഭിച്ചതിന് ശേഷം ഫിസ്ക് തെമ്മാടിത്തരത്തിലേക്ക് നാം നീങ്ങാൻ പാടില്ല. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അങ്ങനെ തെമ്മാടിത്തരം ചെയ്ത ആളുകൾ തൗബ ചെയ്തില്ല എങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും കടുത്ത അക്രമികളെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ അറഫ സംഗമത്തിൽ മറ്റൊരു പ്രധാനമായ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമ ഭൂമിയാണ് അറഫ എന്ന് പറയുന്നത്. ഇത്രയേറെ മനുഷ്യർ ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന മറ്റൊരു സമ്മേളനം ലോകത്തുണ്ടോ? ഇല്ല. ഇമാം നബവി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, വഇന്നഹു ലമജ്മഉൻ അദീം, തീർച്ചയായും അത് മഹത്തായ സംഗമമാണ്. അവിടെ ആരൊക്കെയുണ്ട്? സ്വാലിഹീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, അതുപോലെ തന്നെ പണ്ഡിതന്മാരുണ്ട്, പാമന്മാരുണ്ട്, അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ദരിദ്രരുണ്ട്, സമ്പന്നരുണ്ട്. എല്ലാ വിഭാഗവും ഒത്തൊരുമിച്ച് കൂടുന്ന സംഗമമാണ് അറഫ എന്ന് പറയുന്നത്. വളരെയേറെ വിലപ്പെട്ട ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണത്. അള്ളാഹുവിന് ആത്മാർത്ഥമായി നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ അടിമകൾ, ഏറ്റവും ഉത്തമരായ അടിമകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകൾ, പ്രത്യേകക്കാരായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ മഹത്തായ ഏറ്റവും വലിയ ദുനിയാവിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സംഗമ ഭൂമിയാണ് അറഫ. അല്ലാഹു തആല ഏറ്റവും അധിക നരകമോചനം നൽകുന്ന ദിവസവും അറഫ ദിവസമാണെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇബ്ലീസ് പൊട്ടിക്കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യരെ നരകത്തിലെത്തിക്കാൻ അവനെ കൊണ്ട് ആകുന്നതെല്ലാം ഇബ്ലീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ ഹജ്ജിനായി അറഫയിലെത്തുന്നത്. അവിടെ വെച്ച് അള്ളാഹു അവനെ എല്ലാം പുറത്തു കൊടുക്കുന്നു. തന്റെ പ്രതീക്ഷകൾ തകർന്നടഞ്ഞ പിശാച് തലയിൽ കൈവച്ച് കരയുമെന്നാണ് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചത്. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ പറഞ്ഞു, മാമിൻ യൗമിൻ, ഒരു പകലും അധികമായി അക്സറമിൻ യുഅതികല്ലാഹു ഫീ അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് നരകമോചനം നൽകുന്നത്. എന്നാൽ അറഫയിലോ, അറഫ ദിവസത്തിന്റെ പകലിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നരകമോചനം നൽകുന്നത്. മി അയ്യുഅതികല്ലാഹു ഫീ അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകമോചനം നൽകുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടി പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അറഫയുടെ നന്മകൾ അവിടെ ഒരുമിച്ച് കൂടുന്ന ഹാജിമാർക്ക് മാത്രമല്ല എന്നതാണത്.
അവരുടെ ദുആയിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും അത് ലഭിക്കുന്നു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. അല്ലാഹുവേ, നീ ഹാജിമാർക്ക് പുറത്തു കൊടുക്കണമേ അല്ലാഹ്. മാത്രമല്ല വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, ഹാജിമാർ ആർക്കൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞുവോ അവർക്കൊക്കെ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഹജ്ജിന് പോകുന്ന ആളുകളോട് ദുആ ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഈ ദുആകളിലെങ്കിലും നമ്മൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊരു ഹാജിമാർക്ക് മാത്രമല്ല എന്ന് പുറത്തുകൊണ്ട് നന്മകൾ ലഭിക്കുന്നത് നമുക്കും ഇവിടെ ഇരുന്നുകൊണ്ട് നന്മകൾ വാങ്ങാൻ സാധിക്കും എന്നുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നേ ദിവസം തൗബയിൽ കഴിഞ്ഞുകൂടുന്ന വിശ്വാസികൾക്കെല്ലാം അറഫയുടെ മഗ്ഫിറത്ത് ലഭിക്കുമെന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ തുഫറഖുൽ മഗ്ഫിറതു ഫിൽ അർളി, അന്ന് ദിവസത്തെ മഗ്ഫിറത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വീതം വെക്കപ്പെടും, പരത്തപ്പെടും, വ്യാപിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തഖഉ അലാ കുല്ലി താഇബിൻ മിമൻ ഹഫിള ലിസാനഹു വ യദാ, അവന്റെ നാവും അതുപോലെ കൈയും സംരക്ഷിച്ച ആളുകളുടെ ആരൊക്കെ അങ്ങനെ തൗബ ചെയ്യുന്നവരുണ്ടോ അവർക്കൊക്കെ മഗ്ഫിറത്ത് ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ദിവസത്തിൽ നാം നോമ്പുള്ളവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പരിശുദ്ധമായ അറഫാ ദിവസം, ആ അറഫാ ദിവസത്തിൽ നോമ്പുള്ളവരായിരിക്കണം നമ്മൾ. അതെ, 30 നോമ്പ് റമദാനിൽ നോക്കുന്ന നമുക്ക് 2 നോമ്പെടുക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സുഇല അൻ സൗമി യൗമി അറഫ, അറഫ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, യുകഫിർ സനത്തൽ മാദിയത വൽ ബാഖിയത. അതെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അറഫയുടെ നോമ്പ് എന്ന് പറയുന്നത് സാധാരണ സുന്നത്ത് നോമ്പ് പോലെയല്ല. പിന്നെയോ അറഫയുടെ സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപം പൊറുപ്പിക്കലോട് കൂടെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം കൂടി പൊറുപ്പിക്കും. അപ്പൊ ഒരു വർഷത്തേക്കുള്ള ദീർഘായുസ് കൂടിയാണ് അറഫയുടെ നോമ്പ് നോറ്റവർക്ക് ലഭിക്കുന്നത്. അപ്പോ ആ അറഫയുടെ നോമ്പ് നോക്കാൻ വേണ്ടി നാം ഒക്കെ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പുണ്ട്. അതിന് കഴിയാത്തവർ ദുൽഹിജ്ജ 8, 9 ദിവസങ്ങളിൽ, അതായത് ചൊവ്വയും ബുധനും 2 ദിവസമെങ്കിലും നോമ്പുള്ളവരാവാൻ ശ്രദ്ധിക്കണം. അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട നോമ്പാണ് അന്നത്തെ ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അറഫ എന്ന വിശുദ്ധമായ ഒരു മൈതാനം, ആ മൈതാനത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ ഒരുപാടുണ്ട്. അതിലേക്ക് കടന്ന് സംസാരിക്കാൻ ഈ സമയത്ത് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 1 മുതൽ എന്താണ് മൃഗങ്ങളെ കണ്ടാൽ, ആട്, മാട്, ഒട്ടകം, പശു, പോത്ത് എന്നീ ഇത്യാദി മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതുകൊണ്ട് ആ മൃഗങ്ങളെ കാണുമ്പോൾ, ഉദ്ഹിയ്യത്ത് അറക്കാൻ പറ്റുന്ന മൃഗങ്ങളെ കാണുമ്പോൾ നാം തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. ലബ്ബൈക റബ്ബി വഇൻ ലം അകുന്ന ബൈനൽ സിഹാമി മുൽബിയ, ലബ്ബൈക റബ്ബി വഇൻ ലം അകുന്ന ബൈനൽ ഹജീജി സാഇയ. പരിശുദ്ധമായ അറഫാ ദിവസത്തിലെ അതേ അടുത്ത വർഷം എനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കണം, അതിനുവേണ്ടി നാം ദുആ ചെയ്യണം. പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ പറയുകയാണ്, ലബ്ബൈക റബ്ബി വഇൻ ലം അകുന്ന ബൈന സിഹാമി മുലബ്ബിയ.